ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ വളരെ ദൗർഭാഗ്യകരമായ ചർച്ചകളാണ്. ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നോ ഉത്തരവാദപ്പെട്ടവരുടെ ഭാഗത്തുനിന്നോ വീഴ്ചയുണ്ടായാൽ അതിനെ വേറൊരു തരത്തിൽ വ്യാഖ്യാനിച്ച് തൃപ്തീകരിക്കുന്ന ഒരു പ്രവണത നമ്മുടെ സമൂഹ സൗഹാർദ്ദത്തിന് കോട്ടം തട്ടാനേ സഹായിക്കൂ, മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നത് ദയവായി എല്ലാവരും തിരിച്ചറിയണം. അതാണ് എനിക്ക് ആദ്യമായിട്ട് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. രണ്ടാമത്തേത്, ഈ വേടൻ എന്ന് പറയുന്ന പ്രശസ്തനായ ഗായകൻ അദ്ദേഹത്തെ പോലുള്ള ഒരാളുടെ പ്രശ്നം കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി സൂക്ഷ്മത വേണമായിരുന്നു. നിയമപ്രകാരം ചിലപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടി വന്നിരിക്കും. പക്ഷെ അത് നിയമപ്രകാരം ചെയ്യുന്നതിന് അദ്ദേഹത്തിൽ നിന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വാങ്ങി ചെയ്താൽ മതിയല്ലോ. ഇങ്ങനെ അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും രണ്ട് കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഒന്ന്, നിയമവിരുദ്ധമായി നടന്നിട്ടുണ്ടോ? താങ്കൾ രണ്ടാമത് ചോദിച്ചത് ധാർമ്മികമായി അതിനകത്ത് വീഴ്ചയുണ്ടോ? അപ്പോൾ ധാർമ്മിക വീഴ്ചയ്ക്കൊരു അളവ് പോലൊന്നും ഇല്ലെങ്കിലും സമൂഹം ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പക്വതയോടുകൂടി കൈകാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ ജാഗ്രത കുറവുണ്ടായിട്ടുണ്ടോ? മറ്റൊന്ന്, താങ്കൾ ചോദിച്ചതുപോലെ ഇപ്പോൾ ഇത് ഈ കണ്ടെടുത്ത പുലിനഖം വനംവകുപ്പ് ഇപ്പോൾ ചെയ്യുന്നത് അത് ശാസ്ത്രീയമായ പരിശോധന. ആ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് ശേഷം പോരെ എന്നീ ഉത്കണ്ഠകൾ, എൻ്റെ അഭിപ്രായം ഉത്കണ്ഠകൾ സമൂഹത്തിൻ്റെ മുമ്പിലുണ്ട്. ആ ഉത്കണ്ഠകൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. പുതുതായി ചാർജെടുത്ത ഹെഡ് ഓഫ് ഫോറസ്റ്റ് രാജേഷ് രവീന്ദ്രനോട് അത് സംബന്ധിച്ച് സമഗ്രമായ ഒരു പരിശോധന, അല്ലാതെ ഒരു കുറ്റം ചുമത്തിയ ചാർജല്ലേ, ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെടുന്ന പ്രശ്നങ്ങളിൽ ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കേണ്ട നിലപാട് സംബന്ധിച്ച് ഞാൻ ഇന്നലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അവർ പൊതുസമൂഹത്തിൻ്റെ വികാരം കൂടി മനസ്സിലാക്കണം. എന്നാൽ ജനക്കൂട്ടത്തിൻ്റെ നിയന്ത്രണത്തിന് വിധേയമായി എന്നല്ല, ആ വികാരത്തിൻ്റെ ഉള്ളടക്കം പരിശോധിക്കേണ്ട ഒരു ബാധ്യത വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്, വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്ക് കൂടുതലായി. കാരണം വനംവകുപ്പ് ഈ ജനങ്ങളുമായി അധികം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വകുപ്പല്ല. പക്ഷേ അവരുടെ മുഖം മാനുഷിക മുഖമായിരിക്കണം എന്ന് ആദ്യം മുതലേ ഞാൻ പറഞ്ഞു തുടങ്ങിയാണ്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ എന്തെങ്കിലും പരിശോധിച്ചിട്ട് തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ ആ തിരുത്തലുകളും മറ്റൊന്ന് സ്വീകരിക്കുന്നതിന് ഗവൺമെൻറ്റിന് യാതൊരു മുടക്കില്ല. പക്ഷേ ഇത് പിന്നെ മറ്റൊന്ന്, ആനക്കൊമ്പ് കത്തിക്കുന്നതിനെ കുറിച്ചാണ് ഇതിനൊരു ചർച്ച വന്നത്. ആനക്കൊമ്പ് കത്തിക്കാനുള്ള നിയമം കേരളത്തിലെ നിയമമല്ല. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, കേന്ദ്ര നിയമം മൂലമുണ്ടായിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങൾ, ഇതൊക്കെ ഈ പുലിനഖായാലും ആനനഖായാലും ഇതിലെന്താ ഒരു അതിനെ ഇത്ര കർശനമായ ഒരു നിയമത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന്. അപ്പോൾ നിയമഭേദഗതിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഞങ്ങൾ പലപ്പോഴായി ശ്രമിച്ചു നോക്കി. ആ ശ്രമം ഇതുവരെ വിജയിച്ചില്ല. ഇപ്പോഴും ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കേന്ദ്ര നിയമത്തിൽ കാലോചിതമായ പരിഷ്കാരം വേണം. സമൂഹത്തിൻ്റെ സാധ്യതകളും പാടുള്ളതും പാടില്ലാത്തതുമായ കാര്യങ്ങൾ സംബന്ധിച്ച് പുതിയ കാലഘട്ടത്തിൻ്റെ അവബോധമനുസരിച്ചുള്ള നിയമനിർമ്മാണങ്ങൾ ഉണ്ടാകണം. അതുണ്ടാകാനുള്ള ശ്രമത്തിൽ നിരന്തരമായി ഏർപ്പെട്ടെങ്കിലും അതിൽ വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വനം വകുപ്പ് മന്ത്രിയുടെ ഒരു പരാജയം മാത്രമായി അതിനെ ചിത്രീകരിക്കുന്നത് ദൗർഭാഗ്യകരമാണ്. ആദ്യഘട്ടത്തിൽ നമ്മൾ ഈ കേസെടുക്കുന്നു, അതിന് മുന്നോട്ട് പോകുന്നു, കോടതിയിലെത്തുമ്പോൾ അത് ദുർബലമായ വകുപ്പുകളാകുന്നു. സ്വാഭാവികമായി വലിയ സംശയങ്ങൾ പൊതുസമൂഹത്തിന് ഉണ്ടാകുന്നു. കോടതിയിൽ ആദ്യഘട്ടത്തിൽ കേസെടുക്കുന്നു, പുലിനഖം 7 കൊല്ലം വരെ ശിക്ഷ ലഭിക്കാവുന്ന കേസെടുക്കുന്നു, അതിനെ എൻഡോസ് ചെയ്യുന്നു. അല്ല, അത് നിങ്ങൾ ഇതിപ്പോൾ ചോദിച്ച പോലെ അങ്ങനെയാണ് വ്യവസ്ഥ. ആ വ്യവസ്ഥ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വ്യവസ്ഥയില്ല. അതിൻ്റെ അർത്ഥം അങ്ങനെ ചെയ്യുന്നല്ല. നിലവിലുള്ള കേന്ദ്ര നിയമത്തിലെ വ്യവസ്ഥ പ്രകാരം ഈ ഒരൊറ്റ ശിക്ഷയേ ഉള്ളൂ, അതിൽ വേറെ നീക്കുപോക്കില്ല. അപ്പോൾ അതെല്ലാം ഇന്നത്തെ കാലത്ത് യോജിച്ചതല്ല. ആ വിഷയം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു വന്നല്ലാതെ ആ നിലപാടെല്ലാം ഞാൻ അപ്പം തന്നെ പറഞ്ഞിരുന്നില്ല. ഗവൺമെൻറ്റിന് ആ നിലപാടല്ല. ഗവൺമെൻറ്റിൻ്റെ നിലപാട് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണം. ജനകീയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണോ, ഒരു പൊതുസമൂഹത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണോ എന്നൊക്കെ പരിശോധിക്കാനുള്ള ബാധ്യത സാധാരണ നിലയിൽ ഉദ്യോഗസ്ഥന്മാർക്കില്ലെങ്കിലും സർക്കാരിന് ആ ബാധ്യതയുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ ആ ബാധ്യത കൂടി പരിഗണിച്ച് സർക്കാർ മുന്നോട്ട് പോകുക എന്നതാണ്. സുരേഷ് ഗോപിയും മറ്റ് ആളുകളും ഒക്കെ ഇത്തരത്തിൽ മാലകൾ ഇട്ട് വരുന്നതിന്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ആളുകൾ പരാതിയും നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്കും അന്വേഷണം വേണ്ടേ? അതാണല്ലോ ഞാൻ പറഞ്ഞത്. അതിനകത്ത് ഈ സുരേഷ് ഗോപിയോടും മോഹൻലാലിനോടും കാണിക്കുന്നത് നീതിയാണെങ്കിൽ ഇദ്ദേഹത്തിനും ആ നീതി കിട്ടണം. അതാണ് അതിൻ്റെ അകത്തുള്ള പ്രശ്നം. ശരി, ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ടോ ഈ ഒരു കാര്യത്തിൽ? അല്ല, അതാണല്ലോ പരിശോധിക്കുന്നത്. രണ്ട് വശമുണ്ടല്ലോ. ഒന്ന് നിയമ പ്രശ്നം, രണ്ട് താങ്കളിവിടെ ഉന്നയിച്ചതുപോലെ ഇതിനകത്തൊരു ധാർമ്മികവും രാഷ്ട്രീയവുമായ പശ്ചാത്തലമുണ്ട്. തീർച്ചയായും വേടൻ എന്ന് പറയുന്ന ഗായകൻ നല്ല രാഷ്ട്രീയ പ്രതിബദ്ധതയുള്ള, കാഴ്ചപ്പാടുള്ള, സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു അധസ്ഥിത വിഭാഗത്തിലെ ഉയർന്നു വരുന്ന, വളർന്നു വരുന്ന, കേരളത്തിനാകെ നാടിനാകെ അഭിമാനമായി മാറാൻ പോകുന്ന ഒരു വ്യക്തിത്വമാണ്.
അത് നാടിൻ്റെ സ്വത്താണ്. ആ നാടിൻ്റെ സ്വത്തിനെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ, ഒരു നമ്മുടെ സമൂഹത്തിനൊരു ജാഗ്രതയുണ്ട്. ചെയ്യുമ്പോൾ ചെയ്യാമോ ചെയ്യണ്ടേ, മറ്റു പോംവഴികളുടെ ബന്ധമുണ്ട്. പക്ഷേ അവിടെയും ഞാൻ ഉദ്യോഗസ്ഥന്മാർ, അവർ നിയമപാലകന്മാരാണ്. നിയമപാലകന്മാർ തീർച്ചയായിട്ടും നിയമത്തിനെടുത്ത്, പക്ഷെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ, അധികാരം പ്രയോഗിക്കുമ്പോൾ പാലിക്കേണ്ട ചില സാമൂഹ്യമായ ചിന്തകളുണ്ട്. ആ ചിന്തകളുമായി പൊരുത്തി ചേർന്ന് നിൽക്കുന്നില്ല എന്നുള്ള അഭിപ്രായം ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. ഈ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പാലോട് റേഞ്ച് ഓഫീസർ സുധീഷ് കുമാറിനെ അയാൾ അറസ്റ്റിലായി. അയാളെ തിരിച്ചെടുക്കാൻ വനമന്ത്രിയുടെ ഓഫീസ്, വനമന്ത്രി തന്നെ ഒരു നിർദ്ദേശം ചെയ്തു എന്നാണ്, അങ്ങനെ ഉത്തരവ് കൊടുക്കേണ്ടി വന്നെന്നാണ് വനം സെക്രട്ടറി ജ്യോതിലാൽ പറയുകയും ചെയ്തത്. അതിന്റെ രേഖകളാണ് പുറത്തു വന്നത്. അങ്ങനെ ഒന്നുണ്ടോ? അല്ല, ഇദ്ദേഹത്തിന് ഒരു കുറ്റത്തിന്റെ പേരിൽ 2 തവണ ശിക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് പരാതി എനിക്ക് കിട്ടി. ആ പരാതി പരിശോധിക്കാൻ പ്രിൻസിപ്പൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ജ്യോതിലാലിനെ ഏൽപ്പിച്ചു. ജ്യോതിലാൽ അദ്ദേഹം അത് പരിശോധിക്കുന്നതിന് വേണ്ടി ആഭ്യന്തര വകുപ്പിനെ ഏൽപ്പിച്ചു. ആഭ്യന്തര വകുപ്പിന്റെ നോട്ടോട് പോകുന്നതിനെ ഞാൻ എൻഡോസ് ചെയ്തു. അത് നടപടിക്രമമാണ്. അത് ആ നടപടിക്രമം അനുസരിച്ചേ പോകുള്ളൂ. അതിനകത്തൊരു ഫേവറിറ്റിസും ഇല്ല, പിന്നെ വിരോധമില്ല, രണ്ടുമില്ല. അവിടെ പോലും പ്രശ്നം, ഈ തിരുവനന്തപുരം പോലൊരു മേഖലയിൽ ഏറ്റവും കോറായിട്ടുള്ളൊരു സ്ഥലമാണ് പാലോട്. അവിടെ തന്നെ പുനഃസ്ഥാപിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ഫേവറിറ്റിസത്തിന്റെ സ്വഭാവം ഉണ്ടല്ലോ. ഇല്ല, അദ്ദേഹത്തിന്റെ സാധാരണ നമ്മൾ ചെയ്യാറ്, നിങ്ങൾ നിയമം പരിശോധിച്ചാൽ മനസ്സിലാകും. അതൊക്കെ അവരാണല്ലോ എനിക്ക് ഉപദേശിച്ചത്. ആ നിയമത്തിൽ എന്താണ്, റിട്ടയർ ചെയ്യാൻ 6 മാസം മാത്രമേ ബാക്കിയുള്ളൂവെങ്കിൽ അത്തരം നടപടികൾ കർശനമായി പാലിക്കേണ്ടതില്ല എന്നുള്ള നിയമമുണ്ട്. ആ നിയമം കൂടി ചൂണ്ടിക്കാണിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു വകുപ്പുണ്ട്. അപ്പം ഞാൻ അങ്ങനെ വകുപ്പുണ്ട്, പിന്നെ നമ്മളതിനെ ഒരാളെ അവർക്ക് അവകാശപ്പെട്ട് നമ്മൾ നിശ്ചയിക്കുന്നത്, അത് ശരിയാണോ തെറ്റോ എന്നൊക്കെ ആരാ തീരുമാനിക്കേണ്ടത്? കോടതി പോലുള്ള സ്ഥാപനങ്ങളല്ലേ. പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പൗരന്, ഒരു ഉദ്യോഗസ്ഥന് അങ്ങനെ ഒരു അവകാശം ഉണ്ടെങ്കിൽ ആ അവകാശത്തിന്മേൽ നമ്മൾ കൈകാര്യം ചെയ്യണം. എന്നാൽ അദ്ദേഹം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകളുടെ ശിക്ഷിക്കുന്ന ഘട്ടത്തിലും വിചാരണ ചെയ്യുന്ന സമയത്തും തെളിവെടുപ്പ് സമയത്തും നമ്മൾ വകുപ്പിൻ്റെതായ നിലപാടുകൾ ബന്ധപ്പെട്ടവരെ അറിയിക്കണം. ഇത്രയേ ഉള്ളൂ. അല്ലാതെ ആയിക്കോട്ടെ, എന്നാലും 10 ഇപ്പം നമ്മൾ എത്ര കേസുകൾ ഉൾപ്പെടുന്നു? നമ്മുടെ മുമ്പിൽ വരുന്ന കേസാണല്ലോ നമ്മൾ നോക്കുന്നത്. നമ്മളെ മുമ്പിൽ വരുന്ന കേസിൽ ഇത്രയും ഉപദേശങ്ങൾ സ്വീകരിച്ചതിന് ശേഷമാണ്, അഭിപ്രായം ആരാഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ നടപടി സ്വീകരിച്ചത്. അത് എന്താ പറഞ്ഞാൽ മന്ത്രി കാണണം എന്നുള്ളതുകൊണ്ടാണ് അത്തരം നടപടികൾ. കാരണം മന്ത്രിക്ക് കിട്ടിയ പരാതി അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നിട്ടുള്ള ഫയലാണ് എടുത്തു വരുന്നത്. ആ ഫയൽ ഞാൻ കണ്ടില്ല എന്ന് എഴുതാൻ പറ്റില്ല. ആ ഫയൽ കണ്ടു. അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥനയിൽ ചെറിയ ലോജിക്കുണ്ട്. കാരണം പിരിയാൻ ഇനി 10-20 ദിവസമേ ഉള്ളൂ. അപ്പോൾ 20 ദിവസം മാത്രം ബാക്കിയുള്ള ഒരാൾക്കുള്ളത് അതങ്ങ് പോട്ടെ എന്നൊരു നിലപാട്. അതിനകത്ത് ചിലപ്പോൾ ഒരു മൃദു സമീപനം ഉണ്ടായിട്ടുണ്ടോ എന്ന് വേണമെങ്കിൽ ആക്ഷേപിക്കാം, അത്രയേ ഉള്ളൂ. പക്ഷെ അതിനകത്തൊരു മൃദു സമീപനമൊന്നുമില്ല, കൃത്യമായ സമീപനങ്ങളും. അല്ലെങ്കിൽ ആഭ്യന്തര സെക്രട്ടറിക്ക് കൊടുത്ത് ആഭ്യന്തര സെക്രട്ടറി റിപ്പോർട്ട് കളക്ട് ചെയ്ത് വിജിലൻസ്, ഇന്റലിജൻസ് വിഭാഗങ്ങൾ കൈകാര്യം ചെയ്ത് ഈ വ്യവസ്ഥ പ്രകാരം ഈ പറഞ്ഞതിന് അദ്ദേഹത്തിന് അവകാശമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ഈ അവകാശം സംരക്ഷിക്കേണ്ടതില്ല എന്നെനിക്ക് എഴുതാൻ പറ്റില്ല.